കൊച്ചിയിലെ CA വിദ്യാർത്ഥിനി മിഷേൽ ഷാജിയുടെ മരണത്തിൽ ബന്ധുവായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിറവം സ്വദേശി ക്രോൺ അലക്സാണ്ടറാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്കാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം മിഷേലിന്റേത് ആത്മഹത്യ തന്നെയെന്ന് പോലീസ് വ്യക്തമാക്കി. അതേസമയം ക്രൈംബ്രാഞ്ച് ADGP നിതിൻ അഗർവാളിന് കേസിന്റെ അന്വേഷണ ചുമതല നൽകി. മിഷേലുമായി അടുപ്പമുണ്ടായിരുന്ന യുവാവിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മരണം ആത്മഹത്യ തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചത്. പെൺകുട്ടിയെ പിറവം സ്വദേശിയായ ക്രോൺ നിരന്തരം ഫോൺ മുഖാന്തരം ശല്യപ്പെടുത്തിയിരുന്നു. മരണത്തിന്റെ തൊട്ടു മുമ്പത്തെ ദിവസം 33 SMS-ഉം 6 വിളികളുമാണ് നടത്തിയത്. മരണദിവസം 52 SMS-ഉം 4 വിളികളും. ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വിദ്യാർത്ഥിനിക്ക് അവസാനമായി വന്ന വിളിയും ഈ യുവാവിൻ്റേതാണ്. ഇവരുമായുള്ള ബന്ധത്തിൽ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നുവെന്ന് യുവാവ് പോലീസിന് മൊഴി നൽകി. ശല്യം സഹിക്കാനാകുന്നില്ലെന്നും താനൊരു തീരുമാനമെടുത്തിട്ടുണ്ടെന്നും മിഷേൽ പറഞ്ഞിരുന്നു. പലതവണ ചോദിച്ചെങ്കിലും തീരുമാനം തിങ്കളാഴ്ച അറിയാമെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും യുവാവിന്റെ മൊഴിയിലുണ്ട്. 6-ാം തീയതി തിങ്കളാഴ്ചയായിരുന്നു വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടിയുമായി ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ തെളിവുകളെല്ലാം നശിപ്പിച്ച ശേഷമാണ് ക്രോൺ ചോദ്യം ചെയ്യലിനായി എത്തിയത്. എന്നാൽ സീഡാക്കിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ SMS അടക്കമുള്ളവ കണ്ടെടുക്കുകയായിരുന്നു. ക്രോണിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മിഷേലിന്റെ മരണം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരാതി സ്വീകരിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായോ എന്നും പരിശോധിക്കും. ഇത്തരം സംഭവങ്ങളിൽ പ്രതികൾ എത്ര ഉന്നതരായാലും പിടികൂടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങളെ ആത്മഹത്യയാക്കാൻ പോലീസ് ശ്രമിക്കുന്നതായി പ്രതിപക്ഷം ആരോപിച്ചു. എറണാകുളം പിറവത്ത് CA വിദ്യാർത്ഥിയായ മിഷേൽ ഷാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് മാർച്ച് 6-ാം തീയതിയാണ് ബന്ധുക്കൾ പരാതി നൽകിയത്. പരാതി സ്വീകരിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. നിലവിൽ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന കേസ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെക്കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ ഉള്ള റിപ്പോർട്ട് അനുസരിച്ച് 6-ാം തീയതി മാത്രമേ എത്തിയിട്ടുള്ളൂ. ഈ കാര്യമടക്കം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന നില സ്വീകരിക്കാം. അഥവാ ഏതെങ്കിലും തരത്തിലുള്ള ലാഘവ നില പോലീസിന്റെ ഭാഗത്തുണ്ടായെങ്കിൽ അതിന് ഉത്തരവാദികളായവരുടെ മേലെ കനത്ത നടപടികളും വരും. ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ കാണിക്കില്ല. ഇത്തരം സംഭവങ്ങളിൽ പ്രതികൾ എത്ര ഉന്നതരായാലും പിടികൂടും. പോലീസിൽ നിന്നും ലാഘവത്വമുണ്ടായാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി മറുപടിയിൽ വ്യക്തമാക്കി. എന്നാൽ മിഷേലിന്റേത് ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതായി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ അനൂപ് ജേക്കബ് ആരോപിച്ചു. പരാതി സ്വീകരിക്കുന്നതിൽ പോലും എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ പോലീസുകാരിൽ നിന്നും വീഴ്ചയുണ്ടായി എന്നും അദ്ദേഹം ആരോപിച്ചു. 18 വയസ്സാണ് പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള പരാതിയാണ് സാർ അവിടെ ഇവരുടെ മാതാപിതാക്കൾ മുമ്പോട്ട് വെച്ചത്. അവിടെയാണ് പോലീസ് പറഞ്ഞത് നിങ്ങൾ പോയി രാവിലെ വരൂ. സാർ, ഇതാണോ സാർ ഇവിടുത്തെ പോലീസിന്റെ ശുഷ്കാന്തി? ഇങ്ങനെയാണോ സാർ ഒരു പോലീസ് പ്രവർത്തിക്കേണ്ടത്? മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചു. സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങൾ ആത്മഹത്യയാക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്നും എസ് ഷീജ. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ സ്പീക്കറുടെ റൂളിംഗ്. ശിവസേനയുമായി ബന്ധപ്പെട്ട വാടക പരാമർശം അപകീർത്തികരമല്ലെന്ന് സ്പീക്കർ. അത് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ അഭിപ്രായം മാത്രമാണ്. രാഷ്ട്രീയ അഭിപ്രായങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുന്ന കീഴ്വഴക്കമില്ല. പ്രതിപക്ഷ നേതാവ് നടത്തിയ പരാമർശങ്ങളുമായി ഇതിനെ താരതമ്യപ്പെടുത്തേണ്ടതില്ലെന്നും സ്പീക്കർ പറഞ്ഞു. ഇതെല്ലാം കാണുമ്പോ എനിക്ക് തോന്നുന്നത് ശിവസേനക്കാരെ വാടകയ്ക്കെടുത്തതാണോ എന്നാണ്. ഇന്നലത്തെ നാടകത്തിന് പിന്നിൽ ഇവരുടെ കൈകളില്ലേ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. സദാചാര ഗുണ്ടായിസത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടിയായി മുഖ്യമന്ത്രി നടത്തിയ ഈ പരാമർശം അപകീർത്തികരമല്ലെന്ന് സ്പീക്കർ റൂളിംഗ് നൽകി. മുഖ്യമന്ത്രി രാഷ്ട്രീയ അഭിപ്രായം സംശയരൂപേണ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഈ സാഹചര്യത്തിൽ പരാമർശം നീക്കം ചെയ്യേണ്ടതില്ല. എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ജലവിതരണവുമായി ബന്ധപ്പെട്ട് KV അബ്ദുൽ ഖാദർ MLA പരാമർശിച്ച് പ്രതിപക്ഷ നേതാവ് നടത്തിയ വാക്കുകൾ നീക്കം ചെയ്തതിന് ഇതുമായി താരതമ്യം ചെയ്യേണ്ടതില്ല. പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതോ സമൂഹത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്നതോ ആയ പ്രസ്താവന നിയമസഭയിൽ ഉണ്ടാകരുതെന്ന് നിർബന്ധമുണ്ട്. ഉദ്ദേശിക്കാത്ത അർത്ഥം പോലും വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം നീക്കം ചെയ്തതെന്നും സ്പീക്കർ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മണിപ്പൂരിൽ മുഖ്യമന്ത്രി ഇബോബി സിംഗ് രാജിവെച്ചു. ഗവർണർ നജ്മ ഹെപ്തുള്ളയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇബോബി സിംഗ് രാജിവെച്ചത്. സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതും രാജിക്ക് കാരണമായി. BJP നിയമസഭാ കക്ഷി നേതാവ് ബിരേൻ സിംഗിനെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിക്കും. തൂക്കുമന്ത്രിസഭ വന്നതോടെ സർക്കാർ രൂപീകരണം അനിശ്ചിതത്വത്തിലായ മണിപ്പൂരിൽ കാര്യങ്ങൾ വീണ്ടും BJPക്ക് അനുകൂലമാവുകയാണ്.
കേവല ഭൂരിപക്ഷമായ 31 MLA-മാരുടെ പിന്തുണ അവകാശപ്പെട്ട് BJP ഗവർണറെ കണ്ടതിന് പിന്നാലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ കോൺഗ്രസിനെ ക്ഷണിക്കണമെന്നാവശ്യപ്പെട്ട് ഇബോബി സിംഗും ഗവർണറെ സമീപിച്ചു. എന്നാൽ ചട്ടപ്രകാരം എത്രയും വേഗം രാജി സമർപ്പിച്ച് സർക്കാർ രൂപീകരിക്കാൻ വഴിയൊരുക്കണമെന്നായിരുന്നു ഗവർണർ ഇബോബി സിംഗിനോട് നിർദ്ദേശിച്ചത്. 4 നാഷണൽ പീപ്പിൾസ് പാർട്ടി MLA-മാരുടെ പിന്തുണ കൂടി ഉണ്ടെന്നായിരുന്നു കോൺഗ്രസ് ഗവർണറെ അറിയിച്ചത്. എന്നാൽ നാഷണൽ പീപ്പിൾസ് പാർട്ടി കോൺഗ്രസിനെ പിന്തുണച്ചിട്ടില്ലെന്നും ഗവർണറെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ജനറൽ സെക്രട്ടറി വിവേക് രാജ് ആരോപിച്ചു. കേവല ഭൂരിപക്ഷത്തിന് 31 സീറ്റുകൾ വേണ്ടിടത്ത് BJPക്ക് 21 MLA-മാരും കോൺഗ്രസിന് 28 സീറ്റുകളുമാണുള്ളത്. എൻ ബീരേൻ സിംഗിനെ നിയമസഭാകക്ഷി നേതാവായും BJP തെരഞ്ഞെടുത്തു. ഇതിനിടയിൽ ശ്യാംകുമാർ സിംഗ് അടക്കമുള്ള കോൺഗ്രസ് MLA-മാർ കൂടി BJPയിലേക്ക് ചേക്കേറിയതായാണ് വിവരം. അങ്ങനെയെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാക്കപ്പെടുകയും പിന്നീട് BJP ടിക്കറ്റിൽ ജനവിധി തേടാനുമാണ് നീക്കം. അതേസമയം മനോഹർ പരീക്കറെ മുഖ്യമന്ത്രിയാകാൻ ഗവർണർ ക്ഷണിച്ചതിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ കോൺഗ്രസിനെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാത്തത് ഭരണഘടനാ വിരുദ്ധമെന്നും അടിയന്തര വാദം കേൾക്കണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതി നിരസിച്ചു. ഭരണഘടനാ സാധ്യത മുൻനിർത്തി ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ കോൺഗ്രസിനെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിച്ചാലും നിലവിലെ സാഹചര്യത്തിൽ പ്രാദേശിക പാർട്ടികൾ പിന്തുണയ്ക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. മനുശങ്കർ, ദില്ലി. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ. സ്ഥാനമൊഴിഞ്ഞ മനോഹർ പരീക്കറിന് പകരം അരുൺ ജെയ്റ്റ്ലി പ്രതിരോധ മന്ത്രി പദം ഏറ്റെടുത്തേക്കും. ഊർജ്ജ സഹമന്ത്രി പീയൂഷ് ഗോയൽ ധനമന്ത്രിയാകാനും സാധ്യത തെളിഞ്ഞു. കുമ്മനം രാജശേഖരൻ, രാജീവ് ചന്ദ്രശേഖർ എന്നിവരും കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട്. ഗോവ മുഖ്യമന്ത്രിയാകാൻ പ്രതിരോധ മന്ത്രി സ്ഥാനം മനോഹർ പരീക്കർ ഒഴിഞ്ഞതിന് പിന്നാലെ കേന്ദ്ര മന്ത്രിസഭാ അഴിച്ചുപണിക്ക് കളമൊരുങ്ങുകയാണ്. കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പ്രതിരോധ മന്ത്രി സ്ഥാനം ഏറ്റെടുത്തേക്കും. പകരം ഊർജ്ജ സഹമന്ത്രി പീയൂഷ് ഗോയൽ ധനമന്ത്രിയാകാനാണ് സാധ്യത. മനോഹർ പരീക്കർ പ്രതിരോധ മന്ത്രിയാകുന്നതിന് മുമ്പ് നേരത്തെ അരുൺ ജെയ്റ്റ്ലി പ്രതിരോധ മന്ത്രാലയത്തിന്റെയും അധിക ചുമതല വഹിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന ഗുജറാത്ത്, കർണാടക സംസ്ഥാനങ്ങൾക്കും മന്ത്രിസഭാ പുനഃസംഘടനയിൽ കൂടുതൽ പ്രാതിനിധ്യം ലഭിച്ചേക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, NDA സംസ്ഥാന ഉപാധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവരും കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനയിലാണ്. ഇതിനിടയിൽ BJP ദേശീയ ഭാരവാഹി പുനഃസംഘടനയും ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ, ദേശീയ ആസ്ഥാനത്ത് ചുമതല വഹിക്കുന്ന അരവിന്ദ് മേനോൻ, R ബാലശങ്കർ തുടങ്ങിയവരും ഭാരവാഹിത്വ സാധ്യത പട്ടികയിൽ മുന്നിലാണ്. കേരളത്തിലെ NDA സഖ്യകക്ഷികൾക്കും കേന്ദ്ര സർക്കാർ പദവികളിൽ നിയമന സാധ്യതയുണ്ട്. BDJS നേതാവ് സുഭാഷ് വാസു, JRS നേതാവ് CK ജാനു തുടങ്ങിയവരാണ് പരിഗണനാ ലിസ്റ്റിൽ മുൻപിൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരികെ വാർത്തകളിലേക്ക്. കൊച്ചി മെട്രോ ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം അടുത്ത മാസം നടക്കും. മെട്രോ റെയിൽ സുരക്ഷാ കമ്മീഷന്റെ അനുമതി ലഭിച്ചാൽ ഉദ്ഘാടന തീയതി തീരുമാനിക്കും. ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള 13 കിലോമീറ്ററാണ് ആദ്യഘട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യുക. ഇതിന് മുഖ്യമന്ത്രി അനുമതി നൽകിയതായി DMRC മുഖ്യ ഉപദേഷ്ടാവ് E ശ്രീധരൻ അവലോകന യോഗത്തിന് ശേഷം അറിയിച്ചു. ആലുവ മുതൽ പാലാരിവട്ടം വരെ നിർമ്മാണം പൂർത്തിയാവുന്ന 13 കിലോമീറ്ററിലെ സർവീസാണ് കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടമായി ഉദ്ഘാടനം ചെയ്യുക. ഈ മാസം 31-ഓടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവും. തുടർന്ന് മെട്രോ റെയിൽ സുരക്ഷാ കമ്മീഷൻ പരിശോധന നടത്തി അനുമതി നൽകിയ ശേഷമായിരിക്കും ഉദ്ഘാടനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ നടന്ന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം നടത്താൻ മുഖ്യമന്ത്രി അനുമതി നൽകിയതായി DMRC മുഖ്യ ഉപദേഷ്ടാവ് E ശ്രീധരൻ പറഞ്ഞു. ഞങ്ങൾ 31 എല്ലാ പണിയും കഴിയുമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വീക്കിൽ കമ്മീഷണർ റെയിൽവേ സേഫ്റ്റി വരും, ഇൻസ്പെക്ട് ചെയ്തിട്ട് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് തരണം. മഹാരാജാസ് കോളേജ് വരെയുള്ള മെട്രോയുടെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനം 4 മാസത്തിനുള്ളിൽ പൂർത്തിയാവുമെന്നും E ശ്രീധരൻ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ കൂടി അഭിപ്രായം പരിഗണിച്ച ശേഷമായിരിക്കും സംസ്ഥാന സർക്കാർ ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടന തീയതി തീരുമാനിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ലീഗിൽ അതൃപ്തി. കൂടുതൽ ചർച്ച ചെയ്യാതെ തീരുമാനമെടുക്കരുതെന്ന് പാണക്കാട് തങ്ങളോട് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ സെക്രട്ടറി അബ്ദുൾ സമദാനിയും സ്ഥാനാർത്ഥിത്വത്തിന് അവകാശവാദവുമായി രംഗത്തുണ്ട്. സംവിധായകൻ ദീപൻ അന്തരിച്ചു. വൃക്കരോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. പുതിയ മുഖം, ലീഡർ, ഡി കമ്പനി തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തിരുന്നു. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ അധ്യാപകനെതിരെ പോലീസ് കേസെടുത്തു. ചെർപ്പുളശ്ശേരി GUP സ്കൂൾ അധ്യാപകൻ VT ശശികുമാറിനെതിരെ പോക്സോ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാൾ ഒളിവിലെന്ന് ചെർപ്പുളശ്ശേരി പോലീസ് അറിയിച്ചു. ബുധനാഴ്ച സ്കൂളിൽ വെച്ച് കുട്ടി പീഡിപ്പിക്കപ്പെട്ടതെന്നാണ് ആക്ഷേപം. വൈദ്യപരിശോധനയിൽ ലൈംഗിക പീഡനം നടന്നില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചൈൽഡ് ലൈൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ചയാണ് അധ്യാപകനെതിരെ ചെർപ്പുളശ്ശേരി പോലീസ് കേസെടുത്തത്.
തിക്കുറിശ്ശി ഫൗണ്ടേഷന്റെ മാധ്യമ സാഹിത്യ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മികച്ച അഭിമുഖ പരിപാടിക്കുള്ള പുരസ്കാരം കൈരളി ടിവിയിലെ JB ജംഗ്ഷൻ ഷോ ഡയറക്ടർ M. രാജീവിനാണ് ലഭിച്ചത്. മികച്ച വനിതാ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം കൈരളി പീപ്പിൾ TV റിപ്പോർട്ടർ S. ഷീജ ഏറ്റുവാങ്ങി. മന്ത്രി A.K. ബാലനാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. SPT മുൻ ചീഫ് ജനറൽ മാനേജർ E.K. ഹരികുമാർ രചിച്ച നേടാനാവാത്തതായി ഒന്നുമില്ല എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ഡെപ്യൂട്ടി കളക്ടർ ദിവ്യ S. അയ്യർ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ SPT മാനേജിംഗ് ഡയറക്ടർ CR ശശികുമാർ, ശില്പി കാനായി കുഞ്ഞിരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു.